Hello teachers, welcome to HSST PYQ series. HSST Zoology എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സീരീസാണിത്. ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. Question number 19. Type of bonds found in antigen-antibody interaction. Option: strong covalent bond, B. strong disulfide bond, C. weak hydrogen bond and van der Waals force, D. all of this. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. വീക്ക് ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് വാൻ ഡർ വാൾസ് ഫോഴ്സ് ആണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷനിൽ കാണുന്നത്. നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ആൻറ്റിജൻ ആൻറ്റിബോഡി ബൈൻഡിങ് ഈസ് മെയിൻലി നോൺ കോവാലൻറ്റ് ഇൻ നാച്ചർ. Involve weak hydrogen bond, van der Waals force, hydrophobic interaction and electrostatic bond. ഓപ്ഷൻ എയിലും ബിയിലും പറയുന്നത് സ്ട്രോങ് ബോൺസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് രണ്ടും റോങ് ആയിട്ടാണ് വരുന്നത്. ഈ ഡൈസൾഫൈഡ് ബോണ്ടൊക്കെ പ്രസൻ്റ് ആവുന്നത് ആൻറ്റിബോഡീസിൻ്റെ ഉള്ളിലാണ്, വിത്തിൻ ആൻറ്റിബോഡീസ് ആണ് കാണുന്നത്, അല്ലാതെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷനിലല്ല കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. Pick out the main reason for autoimmunity developed in our body. Options: immune system fails completely, immune system produce WBC in huge number, C. immune system being to attack its own cells and tissues, D. immune system start producing cells and tissues. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇമ്മ്യൂൺ സിസ്റ്റം ബീയിങ് ടു അറ്റാക്ക് ഇറ്റ്സ് ഓൺ സെൽസ് ആൻഡ് ടിഷ്യൂസ്. ഓക്കെ, എക്സ്പ്ലനേഷൻ നോക്കാം. ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒക്കേഴ്സ് വെൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം മിസ്റ്റേക്കിംഗ്ലി ഐഡൻറ്റിഫൈ സെൽഫ് സെൽസ് ആസ് ഫോറിങ് ആൻഡ് അറ്റാക്ക് ദം. ഓപ്ഷൻ എയിൽ പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ആണ്, അത് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് WBCയുടെ ഇൻക്രീസ് ഇൻ WBC കൗണ്ട് ഇൻഡിക്കേറ്റ് ദ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഡസ് നോട്ട് പ്രൊഡ്യൂസ് സെൽസ് ആൻഡ് ടിഷ്യൂസ്, അതും സെൽ ഡിവിഷൻ്റെ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫക്ട്സ് ആണ്, അതും ഓട്ടോ ഇമ്മ്യൂണിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തല്ല വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ദെൻ question number 21. The hydrophilic region in the cell membrane is option A. surface of the cell, B. interior of the cell membrane, C. nucleoside of the cell, D. ribosome of the cell. അപ്പോൾ സെൽ മെംബ്രെയിൻ്റെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള റീജിയനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആൻഡ് ഡി നമുക്ക് പെട്ടെന്ന് ഒഴിവാക്കാം. ഇനി ഇതിൽ സർഫസ് ആണോ ഇൻറ്റീരിയർ ആണോ എന്ന് നമുക്കറിയാം. ഹൈഡ്രോഫിലിക് ഹെഡും ഹൈഡ്രോഫോബിക് ടെയിലും ആണ് കാണപ്പെടുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, സർഫസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ആണ്. ദ ഹൈഡ്രോഫിലിക് ഹെഡ് ഓഫ് ഫോസ്ഫോലിപ്പിഡ് ഫേസ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ മെംബ്രെയിൻ ഇൻ്ററാക്ടിങ് വിത്ത് വാട്ടർ. ഓപ്ഷൻ ബിയിൽ കൊടുക്കുന്നത് ഇൻറ്റീരിയർ ആണ്, അതായത് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ റീജിയൻ, ഫാറ്റി ആസിഡ് ടെയിൽസ് ആണ് ഇൻറ്റീരിയർ റീജിയനിൽ ഫോസ്ഫോലിപ്പിഡ് ബൈലെയറിൽ കാണപ്പെടുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, സർഫസ് ഓഫ് ദ സെൽ ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 22. റിലേറ്റിംഗ് ടു NER, ന്യൂക്ലിയർ എക്സിഷൻ റിപ്പയർ മെക്കാനിസം, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ. NER present only in prokaryotes. NER is present in both prokaryotes and eukaryote, but the exact mechanism varies. Option C. NER is present only in eukaryotes. Option D. NER is present in both eukaryotes and prokaryote with a similar molecular mechanism in both. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. NER പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ എക്സാക്റ്റ് മെക്കാനിസം വേരിയിങ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. NER റിപ്പേഴ്സ് ബൾക്കി DNA ഡാമേജ്, ന്യൂക്ലിയർ എക്സിഷൻ റിപ്പയേഴ്സ് ബൾക്കി DNA ഡാമേജ്, തൈമിൻ ഡൈമേഴ്സിനൊക്കെയാണ് റിപ്പയർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ബിക്കോസ് മെക്കാനിസം എക്സിസ്റ്റ് ഇൻ ബോത്ത് ഡൊമൈൻസ് ബട്ട് ഇൻവോൾവ് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ്. ഓപ്ഷൻ എയിലും സിയിലും കൊടുത്തിരിക്കുന്നത് ഇൻകറക്റ്റ് ആണ്. അത്
എന്താണ്, ഒന്നിൽ പറയുന്നത് പ്രൊകാരിയോട്സിലാണ്, ഒന്നിൽ പറയുന്നത് യൂക്കാരിയോട്സിലാണ്. രണ്ടിലും കാണപ്പെടുന്നത് കൊണ്ട് ഓപ്ഷൻ എ ആൻഡ് സി റോങ് ആയിരിക്കും, ഇൻകറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ ഡി പറയുന്നത് ഇതിൽ രണ്ടിലും സെയിം മെക്കാനിസം ആണെന്നാണ്, അതും റോങ് ആയിട്ടാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 23. In E. coli, which type of DNA replication occurs? Option A, conservative and unidirectional. B, semi-conservative and unidirectional. C, conservative and bidirectional. D, semi-conservative and bidirectional. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സെമി കൺസർവേറ്റീവ് ആൻഡ് ബൈ ഡയറക്ഷണൽ ആയിട്ടുള്ള DNA റിപ്ലിക്കേഷൻ ആണ് ഈ കൊളയിൽ കാണപ്പെടുന്നത്. ഓക്കെ, സെമി കൺസർവേറ്റീവ് മെക്കാനിസം എന്ന് പറയുന്നത് റിപ്ലിക്കേഷൻ മീൻസ് വൺ പാരൻ്റൽ സ്ട്രാൻഡ് ഈസ് കൺസേർവ്ഡ് ഇൻ ഈച്ച് ഡോട്ടർ DNA. ഓക്കെ, ഒരു പാരൻ്റൽ സ്ട്രാൻഡ് ഓരോ ഡോട്ടർ DNAയിലും കൺസേർവ് ചെയ്തു പോകുന്ന മെക്കാനിസം ആയിരിക്കും. അതുപോലെ ബൈഡയറക്ഷണൽ റിപ്ലിക്കേഷൻ മീൻസ് റിപ്ലിക്കേഷൻ ഫോർക്ക് പ്രോഗ്രസ് ഇൻ ബോത്ത് ഡയറക്ഷൻ ഫ്രം ദ ഒറിജിൻ. ഓക്കെ, രണ്ട് ഡയറക്ഷനിലും ഇത് നടക്കുന്നുണ്ട്. ഓപ്ഷൻ എ ആൻഡ് സി എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ആണ്, അത് റോങ് ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിൽ പറയുന്നത് അത് യൂണി ഡയറക്ഷണൽ എന്നാണ്, അതും റോങ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 24 നമുക്ക് നോക്കാം. Find out the true statement regarding Lac-Operon. Lac-Operon is an inducible system. Option B, Lac-Operon is a repressible system. Option C, Lac-Operon of E. coli contain 4 structural genes. D, none of the above. Answer ഓപ്ഷൻ എ ആണ്. ലാക്-ഓപ്രോൺ ഈസ് ആൻ ഇൻഡ്യൂസബിൾ സിസ്റ്റം ആണ്. ഇൻഡ്യൂസബിൾ ഓപ്രോൺ ആണ് ലാക്-ഓപ്രോൺ വരുന്നത്. അപ്പോൾ റിപ്രസിബിൾ ഓപ്രോൺ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് TRP, മെയിനായിട്ട് വരുന്നത് TRP ഓപ്രോൺ ആണ്. നമുക്ക് നോക്കാം എക്സ്പ്ലനേഷൻ. ദ ലാക്-ഓപ്രോൺ ഇൻ E. coli ഈസ് ആൻ ഇൻഡ്യൂസബിൾ സിസ്റ്റം ആക്ടിവേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ലാക്ടോസ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് റിപ്രസിബിൾ സിസ്റ്റം എന്നാണ്. ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് TRP ഓപ്രോൺ ആണ്. ഇത് ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് അബണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണിത് ടേൺ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിപ്രസ് ചെയ്യാണ്. അതിൻ്റെ പ്രസൻസ് ഈ ഒരു ഓപ്രോൺ സിസ്റ്റത്തിനെ റിപ്രസ് ചെയ്യുന്നു. ഓപ്ഷൻ സി എന്തായിരുന്നു? അത് 4 സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടെന്നാണ്. അത് ഇൻകറക്റ്റ് ആണ്. 3 സ്ട്രക്ചറൽ ജീൻസ് ആണ് ലാക്-ഓപ്രോണിൽ കാണപ്പെടുന്നത്. LAC-Z, LAC-Y, LAC-K. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 25. Enhancers in which position are incapable of enhancing the process of transcription? Option, just upstream the promoter. B, several kilobases downstream promoter. C, several kilobases upstream promoter. D, within the promoter site. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വിത്തിൻ ദ പ്രൊമോട്ടർ സൈറ്റ് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്കറിയാം എൻഹാൻസേഴ്സിന് വേരിയബിൾ ഡിസ്റ്റൻസിൽ ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്സ്ട്രീം ഓർ ഡൗൺ സ്ട്രീം ഫ്രം ദ പ്രൊമോട്ടർ ആൻഡ് ദ ഇൻക്രീസ് ട്രാൻസ്ക്രിപ്ഷൻ. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് ആണ് കറക്റ്റായിട്ട് വരുന്നത്. ബിക്കോസ് ഇറ്റ്സ് പ്ലേസ്ഡ് വിത്തിൻ ദ പ്രൊമോട്ടർ സൈറ്റ് ദ ഡിസ്ട്രപ്റ്റ് ദ പ്രൊമോട്ടർ ഫങ്ഷൻ ഫെയിലിംഗ് ടു എൻഹാൻസ് ട്രാൻസ്ക്രിപ്ഷൻ. വിത്തിൻ ദ പ്രൊമോട്ടർ സൈറ്റ് ആണ് എൻഹാൻസേഴ്സ് വരുന്നതെങ്കിൽ അതിൻ്റെ പ്രൊമോട്ടർ ഫങ്ഷൻ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫെയിലിംഗ് ടു എൻഹാൻസ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചോദ്യത്തിൽ ഇൻകാപ്പബിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ABCയിൽ വരുന്ന ആൻസേഴ്സിലൊക്കെ എൻഹാൻസേഴ്സ് ഫങ്ഷണൽ ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഫങ്ഷൻലെസ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ്. ഡിഫറെൻറ്റ് ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസസ് ഉണ്ട്. അപ്പോൾ നമുക്കതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 1 and 2 റിക്വയർ ATP ടു മൂവ് അലോങ് DNA. B, type 1, 2 and 3 require ATP to move along DNA. C, type 2 require no ATP and cleavage DNA within the recognition site. D, type 2 require ATP and cleavage DNA within the recognition site. അപ്പോൾ ഇതിൽ ATP വേണ്ടാത്ത ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ടൈപ്പ് 2 റിക്വയർ നോ ATP ആൻഡ് ക്ലീവ് DNA വിത്തിൻ ദ റെക്കഗ്നിഷൻ സൈറ്റ്. എക്സ്പ്ലനേഷൻ നോക്കാം.
Type 2 restriction enzyme, widely used in molecular biology, do not require ATP and cut DNA at a specific recognition site. അപ്പോൾ ATP യൂസ് ചെയ്യാതെ DNA സ്പെസിഫിക് റെക്കഗ്നിഷൻ സൈറ്റിൽ കട്ട്സ് ഉണ്ടാക്കുന്നതാണ് ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ഇൻകറക്റ്റ് ആയതിന് കാരണം ടൈപ്പ് 1ന് ATP ആവശ്യമാണ്. ഓൺലി ടൈപ്പ് 1 റിക്വയർ ATP. ദെൻ ഓപ്ഷൻ ബി പറയുന്നത് ഇൻകറക്റ്റ് ആണ്, കാരണം നോട്ട് ഓൾ ടൈപ്സ് നീഡ് ATP. ഓപ്ഷൻ ഡി ഇൻകറക്റ്റ് ആണ്, ടൈപ്പ് 2 എൻസൈം ഡു നോട്ട് റിക്വയർ ATP. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റായിട്ട് വരുന്ന കാര്യങ്ങൾ. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. ആപ്ലിക്കേഷൻ ഓഫ് പ്രോബ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓക്കേഴ്സ് ഇൻ വിച്ച് സ്റ്റേജ്? നമ്മൾ പ്രോബ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓപ്ഷൻ ക്ലോണിംഗ്, റീകോമ്പിനേഷൻ DNA, ക്ലീവിംഗ് DNA, സ്ക്രീനിങ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്ക്രീനിങ് ആണ്. അപ്പോൾ പ്രോബ് എന്ന് പറയുന്നത് ആദ്യം എന്താണെന്ന് നോക്കാം. പ്രോബ്സ് ആർ ലേബിൾഡ് DNA ഓർ RNA ഫ്രാഗ്മെൻറ്റ്സ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് സ്ക്രീനിങ് ഫേസിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സ്പെസിഫിക് DNA സീക്വൻസ് അല്ലെങ്കിൽ കോളനീസിലോ സാമ്പിളിലോ ഒരു സ്പെസിഫിക് DNA സീക്വൻസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത്. അപ്പോൾ ലേബിൾഡ് ആയിട്ടുള്ള DNA ആൻഡ് RNA ഫ്രാഗ്മെൻറ്റ്സ് ആണ് പ്രോബ്. ഇത് യൂസ് ചെയ്യുന്നത് പ്രസൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ എ കൊടുത്തിരുന്നത് ക്ലോണിംഗ് ആണ്. അത് ഇൻവോൾവിങ് ഇൻസേർട്ടിങ് DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ്. ഡിറ്റക്ഷൻ അല്ല അവിടെ വരുന്നത്. ഓപ്ഷൻ ബി റീകോമ്പിനേഷൻ ആണ്. ഈസ് അബൌട്ട് ജോയിനിങ് DNA സ്പീസസ്. ഓപ്ഷൻ ഡി പറയുന്നത് ക്ലീവിംഗ് DNA ഇൻവോൾവിങ് റെസ്ട്രിക്ഷൻ എൻസൈം. അതിനും പ്രോബ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സ്ക്രീനിങ്ങിലാണ് പ്രോബ്സ് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28. For the amplification of random DNA fragments, which technique is widely applicable? Options AFLP, B RFLP, C RAPD, D none of the above. ആംപ്ലിഫിക്കേഷൻ ഓഫ് റാൻഡം DNA ഫ്രാഗ്മെൻറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് വൈഡ്ലി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഓപ്ഷൻ സി ആണ്, RAPD. എക്സ്പ്ലനേഷൻ നോക്കാം. RAPD റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA uses short primers to amplify random DNA segments useful in genetic diversity studies. ഓപ്ഷൻ എയിൽ പറയുന്നത് AFLP ആണ്, യൂസ്ഡ് ഫോർ ജെനറ്റിക് മാപ്പിംഗ് ബട്ട് മോർ സ്പെസിഫിക് ദാൻ റാൻഡം ആംപ്ലിഫിക്കേഷൻ. ഓപ്ഷൻ ബിയിൽ പറയുന്നത് RFLP ആയിരുന്നു, യൂസ്ഡ് ടു ഡിറ്റക്റ്റിംഗ് വേരിയേഷൻ ബട്ട് നോട്ട് ഫോർ റാൻഡം ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ RFLP മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിറ്റക്റ്റിംഗ് വേരിയേഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, AFLP ആണെങ്കിൽ ജെനറ്റിക് മാപ്പിങ്ങിലുമാണ് യൂസ് ചെയ്യുന്നത്. റാൻഡം ആംപ്ലിഫൈഡ് പോളിമോർഫിക് DNA ആണ് മെയിനായിട്ട് റാൻഡം DNA സെഗ്മെൻറ്റ്സിൻ്റെ ആംപ്ലിഫിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29. Transfection of which among the following is needed for the production of transgenic animals? Transfection of which among the following is needed for the production of transgenic animals? Options. Option A eggs and embryos, B stem cells, C red blood cells, D all of the above. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, എഗ്സ് ആൻഡ് എംബ്രിയോസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എക്സ്പ്ലനേഷൻ നോക്കാം. ഫോർ ക്രിയേറ്റിംഗ് ട്രാൻസ്ജെനിക് അനിമൽസ്, ഫോറിൻ DNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു സൈഗോട്ട് ഓർ എയർലി എംബ്രിയോ. നമുക്കറിയാം ട്രാൻസ്ജെനിക് അനിമൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സൈഗോട്ട് അല്ലെങ്കിൽ എയർലി എംബ്രിയോ സ്റ്റേജിലാണ്. ഓപ്ഷൻ ബി പറയുന്നത് സ്റ്റെം സെൽസ് ആണ്, ക്യാൻ ബി യൂസ്ഡ് ടു അതർ ജെനറ്റിക് മാനിപ്പുലേഷൻ ബട്ട് ആർ നോട്ട് ഫോർ പ്രൈമറി സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ജെനിക് അനിമൽസ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് ലാക്ക് ന്യൂക്ലിയേ, ദേ ക്യാൻ നോട്ട് ബി ട്രാൻസ്ഫെക്റ്റഡ്. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്, അത് റോങ് ആണ്. അതായത് എഗ്സ് അല്ലെങ്കിൽ എംബ്രിയോസ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. Maxim Gilbert method cannot be used to find out sequence of which among the following? Option A bacteria, B plants, C bacteriophage T7, D plasmid. Answer
ഓപ്ഷൻ സി ആണ് ബാക്ടീരിയോഫേജ്. The Maxson-Gilbert sequencing method cannot efficiently handle certain viral DNAs like bacteriophage T7 due to the structural constraints. Option A, B and D. This can be sequenced using this method. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മാക്സം ആൻഡ് ഗിൽബർട്ട് മെത്തേഡ് cannot be used to find out the sequence of which among the following. ബാക്ടീരിയ, പ്ലാന്റ്സ്, പ്ലാസ്മിഡ്സിലൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ബാക്ടീരിയോഫേജിൽ നമുക്കിതിൻ്റെ സീക്വൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്കിത് ആപ്ലിക്കബിൾ അല്ലാതെ വന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സജഷൻസും കമൻറ്റ് ചെയ്യുക. താങ്ക്